ഹായ് കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലി ഇന്നത്തെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലോ. പ്രവർത്തനം 1, വായിക്കാം എഴുതാം ഒപ്പരം. ഒരു കിളി മൈതാനമാകെ പൂത്തുമ്പികൾ പാറും പോലെ, പൂത്തിരി പൂക്കും പോലെ ആ കൊച്ചു കിടാങ്ങളിലാകെ പന്തൊന്നു പിടിക്കുവാനുള്ള വെമ്പലൊരു മത്സരമാകുന്നു. ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും നിയമങ്ങൾക്കൊത്തും തെറ്റിച്ചും തമ്മിൽ കളരുകയാണവർ. ഈ മൈതാനം എത്രയോ ധന്യം, കുഞ്ഞുപാദങ്ങൾ പുണർന്നതിൻ പുണ്യം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പൂത്തിരി പൂക്കും പോലെ ഏത് വികാരത്തെയാണ് അർത്ഥമാക്കുന്നത്? ആഹ്ലാദം, മത്സരം, വിദ്വേഷം, കിതപ്പ്. ആഹ്ലാദം. അടുത്തത്, പൂത്തുമ്പികൾ പാറുന്നത് പോലെ പാറിയത് കൊച്ചുകിടാങ്ങൾ, പന്ത്, നിയമങ്ങൾ, പാദങ്ങൾ. അതിൻ്റെ ഉത്തരം കൊച്ചുകിടാങ്ങൾ. പൂത്തിരി പൂക്കും പോലെ ആ കൊച്ചുകിടാങ്ങളിലാകെ. അടുത്തത്, പന്ത് പിടിക്കാനുള്ള വെമ്പൽ എന്തായി മാറുന്നു? കിതപ്പ്, മത്സരം, ധന്യത, തോൽവി. മത്സരമാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്, മൈതാനത്തിൻ്റെ പുണ്യം എന്താണ്? കളിക്കാർ തമ്മിൽ മത്സരിച്ചത്, നിയമങ്ങൾക്കൊത്ത് കളിച്ചത്, കുഞ്ഞുപാദങ്ങൾ പുണർന്നത്, നിയമങ്ങളുള്ളത്. അതിൻ്റെ ഉത്തരം കുഞ്ഞുപാദങ്ങൾ. അടുത്തത്, ഉന്തിയും തള്ളിയും വീണും തോറ്റും കിതച്ചും ജയിച്ചും. ഈ വരികളിൽ അർത്ഥമാക്കുന്നതെന്ത്? കുട്ടിക്കളികൾ ഇങ്ങനെയാണ്: ജയിച്ചേ മതിയാകൂ, ഉന്തും തള്ളും പാടില്ല, തോറ്റാൽ കിതക്കും. അതിൻ്റെ ഉത്തരം ജയിച്ചേ മതിയാകൂ. അടുത്ത പ്രവർത്തനം 2, അഭിപ്രായക്കുറിപ്പ്. പെൺകുട്ടികളെ ഫുട്ബോൾ കളിക്കാൻ കൂട്ടാനോ? അവർക്ക് പറ്റിയ കളിയാണോ ഫുട്ബോൾ? നീ പോയി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക്. പന്ത് കളിക്കാൻ ഒരു പെൺകുട്ടി എന്ന പാഠത്തിലെ പ്രകാശന്റെ വാക്കുകൾ ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഈ പത്രവാർത്ത ശ്രദ്ധിക്കും. വനിതാ ഫുട്ബോൾ തിരിച്ചെത്തുന്നു. തിരുവനന്തപുരം. കേരളത്തിലെ വനിതാ ഫുട്ബോൾ ക്ലബ്ബുകൾ തിരിച്ചു വരുന്നു. താരങ്ങൾക്ക് നിരവധി അവസരങ്ങൾ നൽകിക്കൊണ്ട് കായിക പ്രേമികൾ വനിതാ ഫുട്ബോൾ വസന്തം ഒരുക്കുകയാണ് ഓരോ പഞ്ചായത്തിലും. പ്രകാശന്റെ വാക്കുകൾ പത്രവാർത്തയും വിശകലനം ചെയ്ത് നിങ്ങളുടെ അഭിപ്രായക്കുറിപ്പായി എഴുതൂ. കളിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച സുമംഗലിയെ കളിയാക്കിക്കൊണ്ട് പ്രകാശൻ പറഞ്ഞ വാക്കുകളാണിത്. സുമംഗലിയുടെ ആഗ്രഹം അത്യാഗ്രഹമാണെന്ന് അർത്ഥം. പെൺകുട്ടികൾക്ക് ഫുട്ബോൾ കളിക്കാൻ കഴിയും, അതിനുള്ള അവകാശമുണ്ട്. എല്ലാ രംഗങ്ങളിലും ഇപ്പോൾ സ്ത്രീകൾ, പെൺകുട്ടികൾ മുന്നേറിയിരിക്കുന്നു. ഇത് തിരിച്ചറിയാനാകാത്തവരാണ് പെൺകുട്ടികളെ വിലക്കുന്നത്. ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ നോക്കാതെ പരസ്പര ബഹുമാനത്തോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. പ്രവർത്തനം 3, ദൃക്സാക്ഷി വിവരണം. സ്കൂളിൽ നടന്ന ഒരു കളിയുടെ ചിത്രമാണിത്. ഒരു കൂട്ടുകാരൻ മൈക്കിലൂടെ കളി വിവരണം നടത്തുന്നുണ്ട്. നിങ്ങളാണ് ദൃക്സാക്ഷി വിവരണം നടത്തുന്നതെങ്കിൽ എന്തൊക്കെയാവും പറയുക? സങ്കല്പിച്ചെഴുതുക. പ്രിയ കൂട്ടുകാരെ, വാശിയേറിയ ഉറിയടി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം സ്റ്റാർസിന്റെ ചുണക്കുട്ടിയായ മിലി അതാ ഉറിയടിക്കാൻ പോവുകയാണ്. ഇതിൽ ജയിച്ചിട്ടേ പോകുകയെന്ന ഒറ്റ വാശിയിലാണ് സ്റ്റാർസിന്റെ ടീം അംഗങ്ങൾ. പരസ്പരം കൈകോർത്ത് പിടിച്ച് മിലിയെ അവർ പ്രോത്സാഹിപ്പിക്കുന്നു. മിലി അതാ കണ്ണുകെട്ടിക്കൊണ്ട് കടന്നു വരുന്നു. അതാ മിലി വടി ഉയർത്തി അടിക്കുന്നു. പക്ഷേ ഉറിക്ക് കൊള്ളുന്നില്ല. പിന്നെയും അടിക്കുന്നു. ഉറി പൊട്ടിയില്ല. അതാ മിലി ഒരു പക്ഷിയെപ്പോലെ പറന്നുയർന്ന് ഉറിയടിയിൽ വിജയിച്ചിരിക്കുന്നു. കാണികൾ ആർത്തു വിളിക്കുകയാണ്. പ്രവർത്തനം 4, പോസ്റ്റർ. ക്ലാസ് കായികോത്സവത്തിന്റെ ഭാഗമായി കളിക്കളം കായിക മത്സരങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മനോഹരമായ ഒട്ടേറെ കളി നിമിഷങ്ങളുടെ ചിത്രങ്ങൾ, വിവരണങ്ങൾ, വാർത്തകൾ എന്നിവ ചേർത്ത് രസക്കളി എന്ന പേരിൽ ഒരു പതിപ്പ് തയ്യാറാക്കുന്നു. പതിപ്പിന്റെ പ്രകാശനം സെപ്റ്റംബർ 30-ന് പ്രമുഖ അത്ലറ്റ് PU ചിത്ര നിർവഹിക്കും. രസക്കളിയുടെ പ്രകാശനവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കുക. പോസ്റ്ററിന്റെ ഒരു മാതൃകയാണിത്. ബി ക്വസ്റ്റ്യൻ. വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. ഏത് കളിയുമായി ബന്ധപ്പെട്ട പരാമർശമാണിത്? മീൻവായിലൂടെയുള്ള ഓട്ടം, വടംവലി, 3 കാലിയോട്ടം. അതിൻ്റെ ആൻസർ വടംവലിയാണ്. പ്രവർത്തനം 5, ഡയറിക്കുറിപ്പ്. ഒരു വീരനായകന്റെ അഭിമാനത്തോടെ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. വിജയിയെ നിങ്ങൾക്കറിയാമല്ലോ. അന്നേ ദിവസം തകഹാഷി എഴുതാനിടയുള്ള ഡയറിക്കുറിപ്പ് സങ്കല്പിച്ചെഴുതൂ. ഡയറി എഴുതുമ്പോൾ ആദ്യം തന്നെ തീയതി എഴുതുക.
എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ദിവസമാണിന്ന്. എല്ലാവരേക്കാളും ചെറുതായത് കൊണ്ട് ഞാൻ ഒരു കളിയിലും പങ്കെടുക്കുന്നില്ല എന്ന് വിചാരിച്ചു മാറി നിൽക്കുകയായിരുന്നു. കോബയാഷി മാസ്റ്ററും മറ്റ് അധ്യാപകരും എന്നെ നിർബന്ധിച്ച് എല്ലാ കളികളിലും പങ്കെടുപ്പിച്ചു. ആദ്യമൊക്കെ എനിക്ക് ആവേശമൊന്നും തോന്നിയില്ല. എല്ലാവരും എന്നേക്കാൾ വലുത്. പക്ഷേ മാസ്റ്റർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ എൻ്റെ കുറിയ കാലുമായി ഞാൻ ഓടി. മീൻവായിലൂടെ ഓട്ടം നടത്തി. റിലേയിൽ പങ്കെടുത്തു. എല്ലാവരും വലിയ ശരീരവുമായി ഓടുകയും ചാടുകയും ചെയ്തപ്പോൾ ഞാൻ എല്ലാവരേക്കാളും മുന്നിലെത്തി. ഒരു തവണ വിജയിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത ആത്മവിശ്വാസം തോന്നി. എല്ലാ കളിയിലും പങ്കെടുത്തത് അങ്ങനെയാണ്. എല്ലാത്തിനും ഞാൻ മുന്നിലെത്തി. കൂട്ടുകാരെല്ലാം എന്നെ അത്ഭുതത്തോടെയും അസൂയയോടെയും നോക്കിയപ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി. എനിക്ക് നേട്ടങ്ങൾ കീഴടക്കാൻ കഴിയും എന്ന തോന്നൽ. എല്ലാത്തിനും നന്ദി പറയേണ്ടത് പ്രിയപ്പെട്ട കൊബയാഷി മാസ്റ്ററോടാണ്. അദ്ദേഹം എന്നെപ്പോലുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പുതിയ പുതിയ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. അടുത്ത ചോദ്യം. പിടിക്കാവുന്ന 1ഉം 2ഉം പന്തുകൾ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. അതിന് പ്രകാശം നടത്തിയ പ്രയോഗം എന്തായിരുന്നു? ഓട്ടക്കൈ കൊട്ടയിൽ വാരിയ ജാഗരൂകത. ഓട്ടക്കൈ. പ്രവർത്തനം 6. അനുഭവക്കുറിപ്പ്. കൂട്ടുകാരോടൊപ്പം ചേർന്ന് പലവിധ കളികളിൽ ഏർപ്പെട്ടിട്ടുള്ള രസകരമായ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. മഴയിലും വെയിലും പാടത്തും പറമ്പിലും നമ്മൾ കളിച്ചിട്ടുണ്ടാകും. ജയിക്കുകയോ തോൽക്കുകയോ ചെയ്തിരിക്കാം. നിങ്ങളുടെ അനുഭവം എന്തായാലും അതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഞങ്ങൾ കളിക്കാറുള്ള ഒരു കളിയാണ് ഇട്ടൂലി പാത്തൂലി. ചൂട് തണുപ്പ് കളി എന്നും ഇതിന് പറയാറുണ്ട്. എത്ര പേർക്ക് വേണമെങ്കിലും ഈ കളിയിൽ പങ്കെടുക്കാം. എല്ലാവരും ഒരേ ദിശയിൽ നോക്കി കണ്ണടച്ചിരിക്കും. കൂട്ടത്തിൽ ഒരാളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകും. ആ കുട്ടി ഒരു സേഫ്റ്റി പിൻ ആരും കാണാതെ എവിടെയെങ്കിലും ഒളിപ്പിക്കും. ഒളിപ്പിച്ച ശേഷം കണ്ണടച്ചിരിക്കുന്നവരോട് കണ്ടുപിടിക്കാൻ പറയും. കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് അവരെത്തുമ്പോൾ ചൂട് ചൂട് എന്ന് പറയും. അകലെയാണെങ്കിൽ തണുപ്പ് തണുപ്പ് എന്ന് പറയും. പിന്നിന് വളരെ അടുത്തെത്തുമ്പോൾ കൊടും ചൂട് എന്ന് പറയും. വളരെ അകലെയാണെങ്കിൽ കൊടും തണുപ്പ് എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചയാൾ മറ്റുള്ളവരെ സഹായിക്കും. സേഫ്റ്റി പിൻ ആദ്യം കണ്ടുപിടിക്കുന്നയാളാണ് രണ്ടാമത് ഒളിപ്പിക്കുക. വളരെ രസകരമായ ഒരു കളിയാണിത്. അടുത്ത ചോദ്യം. വാലെ പിടിച്ചും വലിച്ചും പിന്നെ ആരുടെ? വാലിൽ. അരയന്നങ്ങളുടെ, കന്നുകളുടെ, വാനരന്മാരുടെ. അതിൻ്റെ ഉത്തരം വാനരന്മാരുടെ. ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം നമ്മൾ ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് തരാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.